ഹായ് ഗൈസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോഗിൻ രജിസ്ട്രേഷൻ ലോഗിൻ രജിസ്ട്രേഷനിൽ സ്റ്റോർഡ് പ്രൊസീജിയർ എങ്ങനെ യൂസ് ചെയ്യും, സ്റ്റോർഡ് പ്രൊസീജിയറിനകത്ത് ഇഫ് എക്സിസ്റ്റ് കണ്ടീഷൻ എങ്ങനെ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് റിട്ടേൺ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ യൂസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് 1 അല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്ത് നമ്മളുടെ എക്സിസ്റ്റിംഗ് യൂസർ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. കോഡിൽ ചെക്ക് ചെയ്യണ പകരം സ്റ്റോർഡ് പ്രൊസീജിയറിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ലോഗിൻ രജിസ്ട്രേഷൻ നിങ്ങൾക്കിപ്പോൾ ഫെമിലിയർ ആയിരിക്കാം. ഇന്ന് നമ്മൾ അടുത്ത മോഡലിലോട്ട് പോകാം. അത് ലോഗിൻ രജിസ്ട്രേഷൻ തന്നെ. അതിൽ തന്നെ നമുക്ക് ഇന്നൊരു മോഡ്യൂൾ മിസ്സായിട്ടുണ്ട്. അതായത് ഫർഗറ്റ് പാസ്വേഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം ബേസിക്കലി ഒരു യൂസർ രജിസ്ട്രേഷൻ എന്നൊരു കോൺസെപ്റ്റ് വരുമ്പം ഫർഗറ്റ് പാസ്വേഡ് എന്തായാലും ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പം നമ്മൾ യൂസർ രജിസ്ട്രേഷനിൽ മാത്രമേ ഫോക്കസ് ചെയ്തുള്ളൂ, പക്ഷെ ഫർഗറ്റ് പാസ്വേഡ് എന്നുള്ള കോൺസെപ്റ്റിലോട്ട് പോയില്ല. ഫർഗറ്റ് പാസ്വേഡ് എന്നുള്ള കോൺസെപ്റ്റിന് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി ആൻസർ എന്നുള്ള 2 ഫീൽഡ് വേണം. ഓക്കെ, നമുക്ക് വെറുതെ ഒരാൾക്ക് ഫർഗറ്റ് പാസ്വേഡ് കൊടുക്കുമ്പം ഒരു പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സംതിങ് രജിസ്ട്രേഷൻ സമയത്ത് ചോദിച്ചിട്ടുണ്ടാവും. ആ രജിസ്ട്രേഷനിൽ വാട്ട്സ് യുവർ ഫേവറേറ്റ് പെറ്റ്, വാട്ട്സ് യുവർ ഫേവറേറ്റ് സ്കൂൾ, അങ്ങനെ ഒരു ക്വസ്റ്റ്യന് അയാൾ ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ആൻസറിന് കറക്റ്റായിട്ട് അയാൾ ആൻസർ പറഞ്ഞാൽ മാത്രമേ നമ്മൾ റീസെറ്റ് പാസ്വേഡ് എന്നുള്ള മോഡലിലോട്ട് പ്രൊമോട്ട്. ആ കേസ് ആകുമ്പോൾ നമ്മളുടെ ടേബിളിൽ ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത ടേബിൾ ആക്ച്വലി. ഇവിടെ ഞാൻ ടെസ്റ്റ് DB ആണ് നേരത്തെ യൂസ് ചെയ്തത്. മേക്ക് ഷുവർ ഇവിടെ കുറേ DBs ഉണ്ടാവും. ടെക്സ്റ്റ് DB എടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത പേഴ്സൺ എന്നുള്ള ടേബിൾ എടുക്കുകയാണെങ്കിൽ ഒരു എൻട്രി ഉണ്ട് തൽക്കാലം. ഇതിലിപ്പം എനിക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു പുതിയ ഫീൽഡ് വേണം. ഒരു ടേബിൾ ആൾറെഡി എക്സിസ്റ്റിംഗ് ടേബിളിൽ ഒരു പുതിയ 2 ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിൻടാക്സ് alter ടേബിൾ നെയിം, നമ്മുടെ കേസിൽ ടേബിൾ നെയിം പേഴ്സൺ ആണ്. ആഡ് കോളം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. അതിൻ്റെ ടൈപ്പ് എന്താ, ആഡ് കോളം വേണ്ട, ആഡ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ടൈപ്പ് ഈസ് varchar 50. maybe question will be very long, 100. okay, ഇതൊരു കോളാണ്. അഗെയിൻ സെക്യൂരിറ്റി ആൻസറിന് വേണ്ടിയിട്ട് വേറൊരു ഫീൽഡ് ഉണ്ടാവും. ഡാറ്റാബേസിൽ ചെക്ക് ചെയ്യാം 2 ഫീൽഡ് ആഡ് ആയിട്ടുണ്ടോ. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി ആൻസർ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ ചെയ്തതിൽ നമ്മൾ ആക്ച്വലി ഈ 2 ഫീൽഡും കൂടെ ആഡ് ചെയ്യേണ്ടി വരും, ഈവൻ ദ ഡിസൈൻ പാർട്ടിൽ. ഓക്കെ, നമ്മളുടെ ഡിസൈൻ ആക്ച്വലി വിൻഡോസ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമുക്കിത് കറക്റ്റ് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, വെബ് ആപ്ലിക്കേഷനിൽ ആക്ച്വലി അലൈൻമെൻറ്റ് കുറച്ച് പാടാണ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ടേബിളിനൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, ടേബിൾ റോ ഉണ്ടാവും, ടേബിൾ ഡേറ്റ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് റോയിൽ 2 ഡേറ്റ ഉണ്ടാവും. ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം മനസ്സിലാവും. ഓക്കെ, ഒരു റോ ഉണ്ട്. ആ ഒരു റോയിൽ ലേബൽ ഇവിടെ വരും, അതിൻ്റെ ഫീൽഡ് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ ലേബൽ കട്ട് ചെയ്ത് ഇവിടെ ഇടാം, ആൻഡ് ബട്ടൺ ടെക്സ്റ്റ് കട്ട് ചെയ്ത് ഇവിടെ ഇട്ടെന്ന് വെച്ചോ, ആൻഡ് റൺ ചെയ്യും. ഇത് വിൻഡോസ് ആപ്ലിക്കേഷൻ ചെയ്യണവർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. അലൈൻമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയതുകൊണ്ട്
ജസ്റ്റ് മൗസ് ഓവറിൽ തന്നെ അലൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വെബ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവരുടെ കോഡ് അലൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് സം കൈൻഡ് ഓഫ് സ്റ്റൈലിംഗ് ഇവിടെ ചെയ്യേണ്ടി വരും HTML. കൈൻഡ് ഓഫ് ഒരു അലൈൻമെൻറ്റ് ഇതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പം സെക്കൻഡറിക്കുന്ന കൺട്രി ആണ്. സോ ഇവിടെ ലേബൽ ഇങ്ങനെ കൊടുക്കണമെന്നില്ല, ഡയറക്റ്റ്ലി നമുക്കിങ്ങനെ കൺട്രി എന്നും കൊടുക്കാം. ഓക്കെ, കൺട്രി പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സ്. അതിനെ കട്ട് ചെയ്ത് പേസ്റ്റ് സേവ് ചെയ്തിട്ട് ഒരു കൈൻഡ് ഓഫ് ഒരു അലൈൻമെൻറ്റ് കിട്ടും. യെസ്, ഇത് ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോയിൽ കൺട്രോൾ KD ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് അലൈൻ ആവും. ഓക്കെ, ഫസ്റ്റ് ടേബിൾ ഉണ്ട്. ആ ടേബിളിനകത്ത് ഫസ്റ്റ് റോ ഫസ്റ്റ് ടേബിൾ ഡേറ്റ, അതായത് നെയിം. ഓക്കെ, സെക്കൻഡ് ടേബിൾ ഡേറ്റ ടെക്സ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബോക്സ് ഇത്. ഒരു റോ കഴിഞ്ഞു. സെക്കൻഡ് റോ ഇതാണ്. ഓക്കെ, സെക്കൻഡ് റോയിൽ ഫസ്റ്റ് ഫീൽഡ് കൺട്രി ആണ്. ഓക്കെ, ഫസ്റ്റ് ടേബിൾ ഡേറ്റ കൺട്രി ആണ്. അത് അടുത്ത ടെക്സ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, ഇതേപോലെ ഇമെയിലിനും പാസ്വേഡിനും നമുക്ക് ചെയ്യാം. സോ ഞാൻ എക്സിസ്റ്റിംഗ് ഇവിടെ ഇരുന്ന എല്ലാ ടെക്സ്റ്റ് ഫീൽഡിനെയും ഞാനിപ്പം എൻ്റെ ടേബിൾ ഡേറ്റനകത്താക്കി. ഓക്കെ, സോ ടേബിൾ റോ ഫസ്റ്റ് ഇതാകുമ്പോൾ നമ്മുടെ ലേബൽ, സെക്കൻഡ് ആകുമ്പോൾ ടെക്സ്റ്റ് ഫീൽഡ്. ഓക്കെ, ലേബൽ കൊടുക്കണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ്ലി ഇങ്ങനെ വേണമെങ്കിൽ നെയിം യൂസ് ചെയ്യാം. ഓക്കെ, സോ കൺട്രോൾ KD കോഡ് അലൈൻ ആവും. ഓക്കെ, സോ ഫസ്റ്റ് നെയിം, പിന്നെ ടേബിൾ ഡേറ്റ, പിന്നെ ഫസ്റ്റ് ലേബൽ, അതിൻ്റെ. സോ ഇതിപ്പം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടോ ഒരു അലൈൻമെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഇതൊക്കെ എടുത്ത് കളയാം. സോ ഈ ബട്ടൺസ് ഒന്നും നമുക്ക് വേണ്ട. സോ ദിസ് വൺ no more needed. Save, refresh. ഓക്കെ, സോ എനിക്കിത് കുറച്ച് സെൻറ്ററിൽ വന്നാൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തിട്ട്, സോ ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, ഇവിടെ എലമെൻ്റ് ഡോട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിനകത്ത് പാഡിങ്, സോ പാഡിങ് റൈറ്റ്, അതായത് ഇവിടെ. ഓക്കെ, പാഡിങ് റൈറ്റിൽ ഞാനൊരു 25% പാഡിങ് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇറ്റ് വിൽ മൂവ് ദ എലമെൻറ്റ് ടു. ഇവിടെ പാഡിങ് അപ്ലൈ ആവും. ഓക്കെ, പാഡിങ് അപ്ലൈ ആയിട്ട് ഇതിനെ പുഷ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ബട്ടൺ ആക്ച്വലി ടേബിളിനകത്തല്ല, അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് നിൽക്കുന്നത്. സോ ബട്ടനെ നമുക്ക് ടേബിളിനകത്താക്കാം. ഓക്കെ, ബട്ടൺ കട്ട് ചെയ്ത് ബട്ടൺ ഒരു ടേബിൾ റോ ആഡ് ചെയ്തിട്ട് ബട്ടൺ ഒരു ടേബിൾ ഡേറ്റ മതി. ടേബിൾ ഡേറ്റ. ഓക്കെ, സേവ് ഇറ്റ് and refresh. ഓക്കെ, ഇപ്പം ബട്ടൺ ടേബിളിനകത്താണ്. സോ ടേബിൾ സെലക്ട് ചെയ്തിട്ട് പാഡിങ് ലെഫ്റ്റ് 25%. ഓക്കെ, ഫൈൻ. സോ ഇനി കുറച്ച് ടോപ്പിൽ എനിക്ക് കുറച്ചൊരു സ്പേസ് കൂടെ കൊടുത്താൽ കുറച്ചുകൂടെ അത് ബെറ്റർ ആയിട്ട് ഫീൽ ആവും. ഓക്കെ, ടോപ്പിൽ ഒരു 10%, 10 വേണ്ട. ഓക്കെ, ഒരു കൈൻഡ് ഓഫ് 4 മതി. രണ്ടേയും കോപ്പി ചെയ്തിട്ട് ദിസ് ഈസ് CSS. ഓക്കെ, കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. സോ
ഇവിടെ ടേബിളിൽ പോയിട്ട് സ്റ്റൈൽ ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, സേവ് ഇറ്റ്. സോ ബ്രൗസറിൽ നമ്മൾ നേരത്തെ ഇവിടെ അപ്ലൈ ചെയ്തില്ലേ, ഇത് ആക്ച്വലി റീഫ്രഷ് ചെയ്യുമ്പോൾ പോകും. ജസ്റ്റ് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രം. പർട്ടിക്കുലർ ടൈം മാത്രം അപ്ലൈ ആവും, പക്ഷെ റീഫ്രഷ് ചെയ്ത് അത് പോകും. പിന്നെ അത് വേണമെങ്കിൽ നമ്മൾ കോഡിനകത്ത് അതിനെ ആഡ് ചെയ്യണം, എന്നാലേ അത് പെർമനൻ്റ് ആയിട്ടിരിക്കുള്ളൂ. ഓക്കെ, സോ നമ്മളുടെ ഫോം ഇപ്പോൾ റെഡി ആയി. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഫീൽഡ് വെച്ചിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ രണ്ടൊരു ഫീൽഡ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. എന്തൊക്കെയാണ്? സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെക്യൂരിറ്റി ആൻസറും. സോ ടാർഗറ്റ് പാസ് ഇമെയിലിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. ഒരു പുതിയ 2 ടേബിൾ ഡേറ്റ, പുതിയൊരു രണ്ട് റോ ആഡ് ചെയ്യാം. ഓക്കെ, കൺട്രോൾ KD അലൈൻമെൻറ്റ്. ഓക്കെ, ഇമെയിലിന് ശേഷം ഒരെണ്ണം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, അതിന് ശേഷമുള്ളത് സെക്യൂരിറ്റി ആൻസർ ആണ്. ഓക്കെ, സേവ് ഇറ്റ്. സോ ഇവിടെ എനിക്ക് ടെക്സ്റ്റ് ബോക്സിലാണ് വേണ്ടത്. എന്നിട്ട് എനിക്ക് കോംബോ ബോക്സ് ആണ് വേണ്ടത് ആക്ച്വലി. സ്റ്റോപ്പ് ചെയ്തിട്ട് കോംബോ ബോക്സ്, സോ ഡ്രോപ്പ് ഡൗൺ. ഓക്കെ, ഫൈൻ. സോ ഇത് ടെക്സ്റ്റ് ആണ് എനിക്ക് വേണ്ടത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ടെക്സ്റ്റ് ബട്ടൺ നമുക്ക് ടെക്സ്റ്റ് സെക്യൂരിറ്റി ആൻസർ എന്ന് വയ്ക്കാം. സോ ഇവിടെ മാറ്റുന്നതും ഈ ഡിസൈൻ എടുത്തിട്ട് എവിടെ മാറ്റുന്നതും ഒന്നാണ്. ഓക്കെ, നമ്മളവിടെ എന്ത് മാറ്റുന്നോ അതാണ് ഇവിടെ വരുന്നത്. സോ ID ആണ് അവിടെ ആക്ച്വലി. സോ ബോത്ത് ആർ സെയിം ആക്ച്വലി. അവിടെ മാറ്റിയാലും ഇവിടെ മാറ്റിയാലും സെയിം എഫക്റ്റ് ആണ്. സോ ഇതിന് ഞാൻ അപ്പം കൊടുക്കാൻ പോകുന്ന പേര് CMD കോംബോ ബോക്സ്. ഓക്കെ, കോംബോ ബോക്സ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഈ ഡ്രോപ്പ് ഡൗണിനകത്ത് നമുക്കൊരു 3 ക്വസ്റ്റ്യൻ ആഡ് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇടാണ്ട് ഒരു ഒരു ചെറിയൊരു ട്രേ ഐക്കൺ ഉണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും, എഡിറ്റ് ഐറ്റം. അതിനകത്ത് ആക്ച്വലി അതിനകത്തൊന്നും ഉണ്ടാവില്ല. സോ നമ്മൾ ആക്ച്വലി ആഡ് ചെയ്യണം ടെക്സ്റ്റ്. വാട്ട്സ് യുവർ ഫേവറേറ്റ് ബുക്ക്? What's your favorite or something? Okay, സോ ഇതേപോലെ നമുക്ക് 2 ഐറ്റം ആഡ് ചെയ്യാം. ഓക്കെ, സോ റൺ ചെയ്യുമ്പം സി. ഓക്കെ, സോ ഇത് ആക്ച്വലി നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് റീഡ് ചെയ്യാൻ പോകുന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ്ലി ഡൈനാമിക് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു 5 ക്വസ്റ്റ്യൻസ് ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് വയ്ക്കാം. ഇപ്പം അതിൻ്റെ ഡെമോന് ഞാൻ 2 ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫൈൻ. സോ നമ്മളുടെ സ്റ്റോർഡ് പ്രൊസീജിയറിൽ ഇത് രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം എക്സിസ്റ്റിംഗ് സ്റ്റോർഡ് പ്രൊസീജിയറിൽ. സോ എക്സിസ്റ്റിംഗ് സ്റ്റോർഡ് പ്രൊസീജിയർ എങ്ങനെ നമ്മൾ നോക്കും? സോ ഇത് ചൂസ് ചെയ്യാം, ഡേറ്റാബേസ്,
എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളുടേത് ടെക്സ്റ്റ് ഡി ബി ആണ്. എൻ്റെ പ്രോഗ്രാമബിലിറ്റി സ്റ്റോർഡ് പ്രൊസീജിയർ. ഓക്കെ, ഈ രജിസ്റ്റർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ ആക്ച്വലി സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെക്യൂരിറ്റി ആൻസറും അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അൾട്ടർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്വറി എഡിറ്റർ എടുത്താൽ മതി. അവിടെ അൾട്ടർ ഉണ്ടാവും. സോ നമുക്കിപ്പം ഇത് എഡിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് റൺ ചെയ്താൽ മതി. ഓക്കെ, നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൽ 2 ഫീൽഡ് കൂടെ അത് എക്സ്പെക്ട് ചെയ്യും. ഒരെണ്ണം സെക്യൂരിറ്റി ആൻസർ, ഇത് വാർക്കർ 100 ആണ്. ഓക്കെ, ആൻഡ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ, ഇത് 50 ആണ്. ഓക്കെ, ജസ്റ്റ് എ സിംഗിൾ വേർഡ് അല്ലേ. അതിൽ വേണ്ട. ഓക്കെ, സോ ഇൻസെർട്ട് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഇതിലിപ്പോൾ 2 ഫീൽഡ് എക്സ്ട്രാ ഉണ്ട്. ആൾട്ട് F1 കോമ്പിനേഷൻ ഓഫ് ആൾട്ട് F1 പ്രസ് ചെയ്ത് എല്ലാ കോളം അത് കാണിക്കും. സോ അതിൽ ഇതിനെ കോപ്പി ചെയ്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ്, സോറി കോപ്പി പേസ്റ്റ്, സെക്യൂരിറ്റി ആൻസർ കോപ്പി പേസ്റ്റ്. ഓക്കെ, ആൻഡ് കോപ്പി അറ്റ് റേറ്റ് ഓഫ്, ഇത് നമ്മൾ അവിടെ നിന്ന് പാസ് ചെയ്യുന്നതാണ്, നമ്മൾ വേരിയബിൾ ആണ്. സോ അറ്റ് യൂസ് ചെയ്യണം. സോറി ഗസ്, നമ്മൾ ആക്ച്വലി ഇവിടെ ഓൾറെഡി വേറെ പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റോർഡ് പ്രൊസീജിയർ ഇപ്പോൾ റെഡിയായി. നമ്മൾ ആൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് പകരം ആൽട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, സ്റ്റോർഡ് പ്രൊസീജിയർ എക്സിക്യൂട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുമ്പം ഓക്കെ 2 ഫീൽഡും ആഡ് ആയിട്ടുണ്ട്. സോ നമ്മുടെ കുറേയും ഓക്കെ ആയിട്ടുണ്ട്. സോ ബാക്ക് ടു കോഡ്, സബ്മിറ്റ്. സോ നമ്മളുടെ പേഴ്സണൽ ഓബ്ജക്റ്റ് അല്ലേ, അതിനകത്ത് പുതിയ 2 പ്രോപ്പർട്ടി ആഡ് ചെയ്യണം. പബ്ലിക് സ്ട്രിംഗ് security question, this get and set it. So copy and paste security answer. Okay fine. So 2 ഫീൽഡ് ആഡ് ആയി. അഗൈൻ നമ്മൾ ആ 2 ഫീൽഡിനെയും നമ്മളുടെ പ്രസൻറ്റേഷൻ ലെയറിൽ ഫില്ല് ചെയ്യണം അല്ലേ. അപ്പോൾ ഓബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെയിം ഓബ്ജക്റ്റ് തന്നെ. ഓബ്ജക്റ്റ് പേഴ്സൺ ഡോട്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എവിടെയാണ് കിട്ടുക, നമ്മൾ ആക്ച്വലി CMD സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഒരു ഇതിനല്ലേ, അതിനകത്ത് സെലക്റ്റഡ് ടെസ്റ്റ് ഇല്ലേ. ഓക്കെ, സെലക്റ്റഡ് ഐറ്റം ടു സ്ട്രിംഗ്. ഓക്കെ, സെലക്റ്റഡ് ഐറ്റം ടെസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്യണം, ആ സെലക്റ്റഡ് ഐറ്റം ടെക്സ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ സെയിം കോപ്പി ചെയ്ത് സെക്യൂരിറ്റി ആൻസർ. സോ അതെവിടെ നിന്ന് കിട്ടുക, ടെക്സ്റ്റ് സെക്യൂരിറ്റി ആൻസർ പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, ഇത് 2 ആക്ച്വലി എന്താ, നമ്മളുടെ പ്രസൻറ്റേഷനിൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്ത ഒബ്ജക്റ്റ് ആണ്, കൺഫ്യൂസ് ചെയ്യേണ്ട. ഇതുമാണ്. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ CMD ഇതുണ്ട്, ഇതുമാണ് ആക്ച്വലി. ഓക്കെ,
ഈ രണ്ട് ഫീൽഡിനെയാണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ പേഴ്സണൽ ഓബ്ജക്റ്റ് ബൈൻഡ് ചെയ്തത്. ഓക്കെ, ഇവിടെ ഒന്നും മോഡിഫിക്കേഷൻ ഇല്ല, സെയിം ഓബ്ജക്റ്റിനാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, സെയിം ഓബ്ജക്റ്റ് ഇവിടെ കിട്ടും. സോ ഇതൊന്നും മോഡിഫൈ ആവില്ല. സോ നമ്മളുടെ സ്റ്റോർ പ്രൊസീജിയറും റെഡിയായി. സോ ഇവിടെയും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ പാരാമീറ്റേഴ്സ് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സ്റ്റോർ പ്രൊസീജിയറിൽ നമ്മൾ എന്തൊക്കെ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, സെയിം പാരാമീറ്റേഴ്സ് തന്നെ അവിടെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ദിസ് വൺ question and answer. ആൻഡ് ഇതെവിടെയാണ് കിട്ടുക നമുക്ക്? ഈ ഓബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നാണ് ഈ ഓബ്ജക്റ്റ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ഈ ഓബ്ജക്റ്റിൻ്റെ സെക്യൂരിറ്റി ഡോട്ട് ആൻസർ എന്നാണ് ഈ രണ്ട് ഇതും കിട്ടുക. പാരം ഇത് മോഡിഫൈ ചെയ്യണം. ഓക്കെ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ് പാരം സെക്യൂരിറ്റി ആൻസർ. ഓക്കെ, സോ രണ്ട് പാരാമീറ്ററിൻ്റെ ഇത് മാറ്റുക, എന്നിട്ട് രണ്ടിനെയും CMD പാരാമീറ്റർ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇത് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്തില്ലെങ്കിൽ അത് ക്വറി എക്സിക്യൂട്ട് ആകുമ്പോൾ അതിന് കിട്ടില്ല. സോ CMD ഈ CMDയിലാണ് നമ്മുടെ ക്വറി ഇരിക്കുന്നത്. സോ ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ആഡ് ആയിരിക്കണം. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെക്യൂരിറ്റി ആൻസർ. ഫൈൻ, ഹോപ്പ് എല്ലാം ആഡ് ചെയ്തെന്ന് തോന്നുന്നു. നമ്മൾ ഇൻസെർട്ട് ചെയ്ത് നോക്കാം. ഒരു ബ്രേക്ക് പോയിന്റ് വയ്ക്കാം. സോ Ramjin, India is my country. Ramjin@gmail.com. My favorite object is Vijay and password admin. So password നമ്മൾ മാസ്ക് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. സബ്മിറ്റ്. സോ ആക്ച്വലി നമ്മൾ ഈ ഓബ്ജക്റ്റ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ആവുന്നുണ്ടോ നോക്കാം. ഓക്കെ, യൂസർ ആൾറെഡി എക്സിസ്റ്റ്. ആൾറെഡി നമ്മൾ കണ്ടിരുന്നു, രാംജിൻ ഒരു യൂസർ ആൾറെഡി ഉണ്ടായിരുന്നു. നമുക്ക് ആ യൂസറിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാണ്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ രാംജിനെ ഡിലീറ്റ് ചെയ്യാം. സോ ഡിലീറ്റ് ഫ്രം പേഴ്സൺ, എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ഇൻസ്റ്റേ. ഓക്കെ, ഡേറ്റ എൻട്രി സക്സസ്ഫുള്ളി. ഒന്നുകൂടെ ഇൻസെർട്ട് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, സോ റിസ്ട്രിക്റ്റ് ആവും. ഓക്കെ, ഡേറ്റ ഓൾറെഡി എക്സിസ്റ്റ്. നമ്മൾ ഡേറ്റാബേസ് ചെക്ക് ചെയ്യാം. ഓക്കെ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെക്യൂരിറ്റി ആൻസർ വന്നിട്ടുണ്ട്. സോ ഈ രണ്ട് മോഡ്യൂളും ഇപ്പോൾ റെഡിയായി. സോ ഈ രണ്ട് ഫീൽഡും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫർഗറ്റ് പാസ്വേഡും റീസെറ്റ് പാസ്വേഡിനുള്ള കോൺസെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് രണ്ട് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് ഇനി നമ്മളൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. ഈ പാസ്വേഡിനുള്ള ഫീൽഡിനെ മാസ്ക് ചെയ്യണം. അതേപോലെ ഈ കൺഫേം പാസ്വേഡും മാച്ചിങ് ആണോ എന്നുള്ള കോഡ് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, ഫൈൻ. ഇപ്പം ഇത് മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് മോഡ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനകത്ത്
പാസ്വേഡ് ചൂസ് ചെയ്തിട്ട് ജസ്റ്റ് പാസ്വേഡ് മാത്രം ചൂസ് ചെയ്തിട്ട് അതേപോലെ കൺഫേം പാസ്വേഡിനകത്തും ടെസ്റ്റ് മോഡ് ഈസ് പാസ്വേഡ്. സോ സബ്മിറ്റ് ബട്ടണിനകത്ത് സോ ആപ്ലിക്കേഷൻ ലെയറിനാണല്ലോ നമ്മൾ ആക്ച്വലി ചെക്കിങ് കണ്ടീഷനൊക്കെ നടത്തുന്നതിനകത്ത് ഇതെല്ലാം ഇതിനകത്ത് പോകും മുൻപ് നമ്മൾ മെയിനായിട്ടൊരു കാര്യം ചെക്ക് ചെയ്യും. എന്തായത് പേഴ്സൺ ഒരു ഓബ്ജക്റ്റ് അവിടെ നിന്ന് വരുന്നില്ലേ, അതിനകത്തുള്ള പാസ്വേഡ്. സോറി, ഇതിവിടെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്മൾ പാസ്വേഡ് ഒരു പ്രാവശ്യം ബൈൻഡ് ചെയ്യണുള്ളൂ. ഓക്കെ, സോ ഇവിടെ ആപ്ലിക്കേഷനിലേക്ക് പോകും മുൻപ് നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് password equal to text confirm password the text. ഈ രണ്ട് ടെക്സ്റ്റും ഈക്വൽ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് നമ്മളുടെ ഇതിനെ കടത്തിവിടും. ഓക്കെ, അപ്പോൾ ഒരു പ്രശ്നം വരും, റിപ്ലൈ എന്നുള്ളത് അകത്തായി പോയി. ഇഫ് കണ്ടീഷനകത്ത് പോയില്ലെങ്കിലും അപ്പോൾ റിപ്ലൈ കിട്ടില്ല. അപ്പോൾ റിപ്ലൈ നമ്മൾ ആക്ച്വലി കോമൺലി ഒരു സ്ട്രിങ് ആയിട്ട് ഇവിടെ ഡിക്ലെയർ ചെയ്യും, എംപ്റ്റി സ്ട്രിങ്. ഓക്കെ, സോ ഓൾറെഡി റിക്വയർ ഉണ്ട്, ഈ സ്ട്രിങ് വേണ്ട. ഓക്കെ, ഫൈൻ. എന്നിട്ട് എന്ത് പറയും, ഇതിപ്പം ഈക്വൽ അല്ലെങ്കിൽ എൽസ് നമ്മുടെ റിപ്ലൈ വന്നിട്ട് പാസ്വേഡ് doesn't match. ഓക്കെ, സോ നമ്മൾ പാസ്വേഡ് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. പാസ്വേഡ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ മെയിൻ മെത്തേഡ് ഇംപ്ലിമെൻ്റ് ആവുന്നത്. എന്നിട്ട് ഇവിടെ റിപ്ലൈ വരും. സോ നേരത്തുള്ള സെയിം പ്രോസസ്സ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ. It's taking too much of time. Okay, so രാംജൻ ഓൾറെഡി ഉണ്ട്, സാംജൻ രജിസ്റ്റർ ചെയ്യാം. So my brother don't read book. Okay, Max ticket. Okay, പാസ്വേഡ് ആക്ച്വലി അഡ്മിൻ. ഇനി പാസ്വേഡ് മാസ്ക് ആണ്, പാസ്വേഡ് കാണാൻ പറ്റില്ല. ഓക്കെ, അഡ്മിൻ. ഓക്കെ, സോ ഞാനിപ്പം പാസ്വേഡ് തെറ്റായിട്ട് കൊടുക്കുകയാണെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ അഡ്മിന് പകരം സം കൈൻഡ് ഓഫ് ലെന്തി പാസ്വേഡ്. സോ നമുക്ക് ബ്രേക്ക് പോയിന്റ് എടുത്ത് കളയാം. സി പാസ്വേഡ് ഡസൻ മാച്ച്. ഓക്കെ, ഡേറ്റ സേവ് ആയിട്ടുണ്ടാവില്ല. സി രാംജൻ മാത്രമേ ഉള്ളൂ, സാംജൻ ഇല്ല. പാസ്വേഡ് മാച്ച് ആയിട്ടുള്ളതുണ്ടാവും. സോ അഡ്മിൻ സെയിം പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ മാത്രം ഡേറ്റ സേവ് സക്സസ്ഫുള്ളി. ഓക്കെ, സി സാംസങ് കയറി. ഫൈൻ. സോ നമ്മളുടെ സെക്യൂരിറ്റി കാര്യങ്ങൾ ഇപ്പം ലോഗിനും ഓക്കെ ആയി. ഓക്കെ, ഐ മീൻ രജിസ്ട്രേഷനിൽ ഓക്കെ ആയി. ഇനി നമുക്ക് ഫർഗെറ്റ് പാസ്വേഡ് ചെയ്യാം. സോ ഒരു ബട്ടൺ കൂടെ ഇവിടെ ആഡ് ചെയ്യാം, ഫർഗെറ്റ് പാസ്വേഡ്. ഓക്കെ, സോ ഇവിടെ ഒരു ടി ഡി ഉള്ളൂ, ഒരു ടി ഡി കൂടെ ആഡ് ചെയ്യാം ടിയറിനകത്ത്. എന്നിട്ട് അതേ ബട്ടൺ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് പേര് മാത്രം മാറ്റി കൊടുക്കുക. പേരെന്താ, ഫർഗെറ്റ് പാസ്വേഡ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ആൻഡ് ബട്ടൺ ഐ ഡി ബട്ടൺ ഫർഗെറ്റ് പാസ്. and why this is okay, already ഒരു ടി ഡി. കൺട്രോൾ കെ ഡി
KD ടൈപ്പ് ചെയ്യുമ്പോൾ കോഡ് അലൈൻ ആവും. ഓക്കെ, കൺട്രോൾ KD. ഫൈൻ. സോ ഡിസൈനിൽ നോക്കുക. ഓക്കെ, വന്നിട്ടുണ്ട്. ജസ്റ്റ് റിഫ്രഷ്. ഓക്കെ, ഓക്കെ. ഇത് ക്ലിക്ക് ചെയ്യുമ്പം ആക്ച്വലി ഇന്നൊരു പേജ് നമുക്ക് വേണം. എന്താ? സെക്യൂരിറ്റി ക്വസ്റ്റ്യനും സെക്യൂരിറ്റി ആൻസറും ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു പുതിയൊരു പേജ് ആഡ് ചെയ്യും. ആൻഡ് ഫോം. സോ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് ഫോം ആഡ് ചെയ്യണം. ഓക്കെ, അറിയാമല്ലോ. സോ വർക്കൗട്ട് ഇതാണ് വെബ് ഫോമിൻ്റെ പേര്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി അവിടെ ആഡ് ചെയ്ത പോലെ 2 ഫീൽഡ് ആഡ് ചെയ്യണം. സോ ഇവിടെ നിന്ന് ഈ ടേബിൾ നമുക്ക് അടിച്ച് മാറ്റി അവിടെ കൊണ്ടിടാം. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സിമ്പിൾ. സോ ഇവിടെ ഒരു ഡിവ് ഉണ്ട്. ഡിവിനകത്ത് നമുക്ക് പേസ്റ്റ്. പക്ഷെ നമുക്കിതെല്ലാം വേണ്ട. നമുക്ക് വേണ്ടത് ഒരേ ഒരു TRDTD ഇട്ടിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും ഡിലീറ്റ് ചെയ്യാം. സോ അതെന്താ? സെക്യൂരിറ്റി ക്വസ്റ്റ്യന് വേണ്ടി മാത്രം. പിന്നെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഡിസൈൻ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ. ബട്ട് എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ വരണം, അടുത്ത ഫീൽഡിലായിരിക്കും ആൻസർ വരേണ്ടത് അല്ലേ? സോ ദിസ് ഈസ് ജസ്റ്റ് അങ്ങനെ കോപ്പി ചെയ്ത് കൺട്രോൾ KD ആൻഡ് സെക്യൂരിറ്റി ആൻസർ. ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് വെക്കേണ്ടി വരും. ഓക്കെ, ഫൈൻ. സോ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ ആയിരിക്കും, സെക്യൂരിറ്റി ആൻസർ നമ്മളിവിടെ ടൈപ്പ് ചെയ്യും. എന്നിട്ട് സബ്മിറ്റിന് ഒരു ബട്ടൺ ഇവിടെ വയ്ക്കും. സോ വീണ്ടും ഒരു TR കോപ്പി ചെയ്തിട്ട് ഇവിടെ ബട്ടൺ ഇത് വേണ്ട. സോ ഈ TD എടുത്ത് കൺട്രോൾ KD ഇത് കളഞ്ഞിട്ട് ഇതും കളഞ്ഞിട്ട് ഒരു ബട്ടൺ എടുത്ത് ഓക്കെ. ആൻഡ് ബട്ടൻ്റെ പേര് റീസെറ്റ് പാസ്വേഡ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡിസൈൻ. ഓക്കെ, ഇവിടെ ടെക്സ്റ്റ് ഫീൽഡ് വേണ്ട, അടുത്ത് കളയാം. സോ ഇവിടെ അതിന് പകരം നമ്മളൊരു ലേബിൾ വയ്ക്കാം. ഈ ലേബിളാണ് ശരിക്കും നമ്മൾ ഡേറ്റാബേസിൽ നിന്ന് ഫില്ല് ചെയ്യുന്ന സാധനം. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ലേബിളായിരിക്കും നമ്മൾ ആക്ച്വലി ഫില്ല് ചെയ്യുന്നത്. സർക്കിൾ ഇതിന് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഔട്ട് ഇട്ടിരിക്കും. ഓക്കെ, സോ റീസെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇന്നൊരു ഫോം വേണം. ആ ഫോമിനകത്ത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ റീസെറ്റ് കൊടുക്കുമ്പം
ടൈപ്പ് യുവർ ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കൊടുത്തിട്ട് നമ്മൾ ഇന്നൊരു ഫോമിലോട്ട് പ്രൊസീഡ് ചെയ്യണം. അപ്പോൾ അതിന് ഇന്നൊരു ഫോം വേണം അല്ലേ, ഇന്നൊരു ഫോം ആഡ് ചെയ്യാം. ആഡ് ന്യൂ ഐറ്റം. സോ വിൻഡോസ് ആപ്ലിക്കേഷനും സെയിം ആണ് പ്രോസസ്. സോ വിൻഡോസ് ഫോം റീസെറ്റ് പാസ്വേഡ്. ഇതിനകത്ത് 2 ഫീൽഡ് ഉണ്ടാവും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാം. കൺഫേം പാസ്വേഡ് ആൻഡ് ഇവിടെ നിന്ന് ഇതിനെ കോപ്പി അടിക്കും. കോപ്പി എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ ഫൈൻ. സോ ഇവിടെ ന്യൂ പാസ്വേഡ് ടെസ്റ്റ് ഫീൽഡ് കോപ്പി ചെയ്ത് പേസ്റ്റ്. Control KD is not working. Okay fine. So confirm new password, confirm password, okay, and the button. Okay, button അങ്ങനെ തന്നെ ഇരിക്കട്ടെ, reset password. Okay fine. സോ നമ്മുടെ ഡിസൈൻ ഒക്കെ റെഡിയായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇൻഡെക്സ് പോയിട്ട് നമ്മളുടെ ഫർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആക്ച്വലി എൻ്റെ ക്ലിക്ക് ഇവൻ്റ് ബട്ടൺ ക്ലിക്ക് ഓണിലാണ് ഇരിക്കുന്നത്. ഓക്കെ ഇത് മാറ്റാം. ഡബിൾ ക്ലിക്ക്, പുതിയൊരു ഇവൻ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ സോ ഇപ്പം ഒരു മിസ്റ്റേക്ക് നടന്നുണ്ട്. ഇപ്പം ഇവിടെ ആക്ച്വലി ഈ ബട്ടൺ ഒരു ഈവൻ്റ് ഇവിടെ ഉണ്ട്, ബട്ടൺ ഓൺ ക്ലിക്ക് ഇവൻ്റ്. സോ അത് ഇതാണ് ആക്ച്വലി നമ്മളുടെ രജിസ്ട്രേഷൻ്റെ ഇതാണ്. സോ സെയിം ഈവൻ്റ് തന്നെ നമ്മൾ ആക്ച്വലി ഈ ബട്ടണിലും വേണമെങ്കിൽ കൊടുക്കാം. കൊടുത്താൽ രണ്ടും ഒരേ ഫങ്ഷൻ ഒരേ മെത്തേഡിനെ വിളിക്കും. സോ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആൾറെഡി എന്തെങ്കിലും ഈവൻ്റ് ഉണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് പുതിയ ഈവൻ്റാണ് വേണ്ടത്. ഓക്കെ സോ നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫർഗെറ്റ് പാസ്വേഡ് എന്നുള്ള മോഡ്യൂളിലോട്ട് ഇത് റീഡയറക്റ്റ് ചെയ്യണം. ഓക്കെ സോ ഫർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ respond.redirect. So forget password.txt. Okay, ഇത് ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കണം. സോ നമ്മൾ ഫർഗെറ്റ് പാസ്വേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ ഡിസൈൻ ഇൻഡെക്സിനകത്താണ്. ഫർഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഫർഗെറ്റ് പാസ്വേഡ് പേജിലോട്ട് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീഡയറക്റ്റ് ചെയ്യുമ്പോൾ മുൻപ് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്യണം. ടെസ്റ്റ് ഫീൽഡ് എം ടി ആണോ ഇല്ലയോ എന്ന് നോക്കണം. ഓക്കെ ടെസ്റ്റ് ഫീൽഡ് അതായത് ടെക്സ്റ്റ് ഇമെയിൽ ഓക്കെ ഇത് വേണ്ട. ഡയറക്റ്റ് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഫൈൻ ചെക്ക് ചെയ്ത് നോക്കാം.
ഓക്കെ. സോ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഇവിടെ ഡേറ്റാബേസിനടുത്ത് ഫില്ല് ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എടുത്ത് ഫില്ല് ചെയ്യുമ്പം നമുക്കൊരു കാര്യം നോക്കണം. ഏത് യൂസറിൻ്റെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നതാണ്. ഓക്കെ, സോ ഈ ഇഷ്യൂ കാരണം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിനകത്ത് പോയിട്ട് ആക്ച്വലി ഇവിടെയാണ് ഫർഗറ്റ് പാസ്വേഡ് വരേണ്ടത്. ഓക്കെ, ഐ എം റിയലി സോറി, മാറിപ്പോയി. ഫർഗറ്റ് പാസ്വേഡ്. സോ അറ്റ്ലീസ്റ്റ് ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തിട്ട് ഫർഗറ്റ് പാസ്വേഡ് കൊടുത്താൽ മാത്രമേ അത് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. സോ നമ്മളിതെടുത്ത് കളയാം. ഇൻസ്റ്റഡ് ആഡ് ലോഗിൻ ബട്ടൺ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്താണ് വേണ്ടത്. ഓക്കെ, റീഡയറക്ട്. സോ ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യും ഇഫ് text name dot text not equal to empty ആണെങ്കിൽ മാത്രമേ response dot redirect to our ഓക്കെ, നമ്മളുടെ പുതിയ പേജ് ഫർഗറ്റ് പാസ്വേഡ് പേജ്. ഇല്ലെങ്കിൽ നമ്മൾ പറയും റെസ്പോൺസ് ഡോട്ട് റൈറ്റ്. സോ വിൻഡോസ് ആണെങ്കിൽ മെസ്സേജ് ബോക്സ് ഡോട്ട് ഷോ ആണ്. ഓക്കെ, മറക്കണ്ട. സോ ഇല്ലെങ്കിൽ നമ്മൾ പറയും please enter name to change password. സോ ഈ ലൈൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഫർഗറ്റ് പാസ്വേഡിൽ കയറാൻ പറ്റും, എന്നിട്ട് അവർക്ക് പാസ്വേഡ് മാറ്റാൻ പറ്റും. സോ നമ്മളത് റിസ്ട്രിക്റ്റ് ചെയ്യണം. സോ ഒരു വാലിഡ് യൂസറിന് മാത്രമേ പാസ്വേഡ് മാറ്റാൻ പറ്റുള്ളൂ. കാണിച്ചു തരാം. ഇപ്പം ലോഗിൻ ചെയ്യുമ്പം ലോഗിൻ ചെയ്യുമ്പം അയാൾക്ക് യൂസർ നെയിം അറിയാം, പാസ്വേഡ് മറന്നുപോയി. ഓക്കെ, രണ്ടും മറന്നു പോകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും മറന്നു പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫർഗറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ got error. Please enter correspond dot write ആണ്. റീഡയറക്റ്റ് ഇല്ല. ഓക്കെ, സോറി ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ അയാൾക്ക് ആക്ച്വലി അറ്റ്ലീസ്റ്റ് നെയിം അറിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ഫർഗറ്റ് പാസ്വേഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെയിം അറിയില്ല, പാസ്വേഡ് അറിയില്ലാണെങ്കിൽ ഫർഗറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. സോ അറ്റ്ലീസ്റ്റ് നമ്മൾ നെയിമെങ്കിലും അവർക്ക് അറിയുന്നുണ്ടോ എന്ന് നോക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും പ്ലീസ് എൻ്റർ നെയിം ടു ചേഞ്ച് പാസ്വേഡ്. സോ നെയിം അറിയില്ലെങ്കിൽ, സോ നെയിം ഒരു യൂസർ നെയിം പോലെയാണ്. സോ കൺസിഡർ നെയിം ആസ് എൻ യൂസർ നെയിം. ഓക്കെ, സോ
സോ യൂസർ നെയിം വേണമെങ്കിൽ നമുക്ക് മാറ്റാം കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ട്. സോ ലോഗിൻ സ്പേസിൽ പോയിട്ട് യൂസർ നെയിം. ഓക്കെ ഫൈൻ. അറ്റ്ലീസ്റ്റ് യൂസർ നെയിമെങ്കിലും അയാൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ പാസ്വേഡ് മാറ്റാൻ പറ്റില്ല. Okay, fine. Okay. So username is Ramjan and forget password. So .axpx. I missed axpx. Okay, ഇവിടെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തില്ല, അതാണത് ആക്ച്വലി. ഓക്കെ, ഓക്കെ. ഓക്കെ, സോ ഇപ്പം എന്താ വെച്ചാൽ രാംജൻ ടൈപ്പ് ചെയ്തിട്ട് ഫർഗറ്റ് പാസ്വേഡ് കൊടുക്കുമ്പം അത് അകത്ത് പോയില്ലേ. സോ ഇതിൽ ഇന്നൊരു റെസ്ട്രിക്ഷൻ കൂടെ ചെയ്യണം. എന്താ വെച്ചാൽ രാംജൻ ഫസ്റ്റ് വാലിഡ് യൂസർ ആണോ? വാലിഡ് യൂസർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഫർഗറ്റ് പാസ്വേഡ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഫർഗറ്റ് പാസ്വേഡിനകത്ത് ഒരു കണ്ടീഷൻ കൂടെ വരും. രാംജൻ ഡേറ്റാബേസിൽ പോയി ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് വേണം. അപ്പോൾ ഇഫ് എക്സിസ്റ്റിംഗ് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് നമുക്ക് ആഡ് ചെയ്യണം. അതെവിടെ ആഡ് ചെയ്യുന്നത്? നമ്മളുടെ ബിസിനസ് ലൈനകത്ത് ഫസ്റ്റ് ആപ്ലിക്കേഷനകത്ത് ഇതിൻ്റെ ഒരു ബൂലിയൻ ആഡ് ചെയ്യണം. സോ ഇതാണല്ലോ മാപ്പ്, രണ്ടിനും ഇൻ്റർഫേസ് ആപ്ലിക്കേഷൻ ലെയർ ആണല്ലോ. സോ ഈസ് യൂസർ എക്സിസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ടൊരു മെത്തേഡ്. ഓക്കെ, അതിനകത്ത് പേഴ്സൻ്റെ ഓബ്ജക്റ്റ് തന്നെ പാസ് ചെയ്ത് കൊടുക്കും. സോ ഇത് റിട്ടേൺ ചെയ്യണത് നമ്മളുടെ ബിസിനസ് ലെയറിനകത്ത് നിന്നൊരു മെത്തേഡിൻ്റെ ഇതായിരിക്കും. സോ ഇവിടെ ആക്ച്വലി നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യും. പബ്ലിക് ബൂൾ ഈസ് യൂസർ എക്സിസ്റ്റ് in db. Okay, db. Here we are expecting person object. ഇത് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യും. ഇതേപോലെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് സെലക്ട് സ്റ്റാർ ഫ്രം person where name is Ramjan ആണോ? Okay, name is admin. Okay, ഇതൊന്നും വേണ്ട, നെയിം മാത്രം ആഡ് ചെയ്താൽ മതി. ടെക്സ്റ്റ് ആണ്, സ്റ്റോർഡ് പ്രൊസീജിയർ അല്ല. ഓക്കെ, person dot object. ഓക്കെ ഫൈൻ. സോ ഇവിടെ നമ്മൾ ആക്ച്വലി എക്സിക്യൂട്ട് റീഡർ ആണ് വേണ്ടത്. ബൂലിയനാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ കൊണ്ട് നമ്മുടെ കമാൻഡ് ഡോട്ട് എക്സിക്യൂട്ട് റീഡർ. Okay, so if RDR
ഹാസ് റോസ് ആണെങ്കിൽ റിട്ടേൺ ട്രൂ, else return false. സോ ഇതിൻ്റെ അർത്ഥം എന്താ? സിമ്പിളാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നു. സെലക്ട് സ്റ്റാർ ഫ്രം രാംജൻ വയർ സ്റ്റാർ ഫ്രം പേഴ്സൺ വയർ നെയിം ഈസിക്കൽ രാംജൻ ആണെങ്കിൽ അപ്പോൾ ഒരു കൗണ്ട് ഇവിടെ വരും ഉണ്ടെങ്കിൽ. അപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ എന്താവും? ഇത് എക്സിക്യൂട്ട് ആയതിനു ശേഷം ഈ RDRൽ ഒരു റോ ഉണ്ടാവും. റോ ഉണ്ടെങ്കിൽ അത് ട്രൂ ആണ്, അയാൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, റിട്ടേൺ ഫാൾസ് ആവും. സോ ഇതാണ് നമ്മളുടെ മെയിൻ ചെക്കിംഗ് മെത്തേഡ്സ്. ഇതിന് നമ്മൾ ആപ്ലിക്കേഷനകത്ത് കൊണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ആക്ച്വലി റിട്ടേൺ ചെയ്യേണ്ടത് ഒരു സ്ട്രിങ് ആയിരിക്കും. ആക്ച്വലി ഇവിടെ ഇത് ചെക്ക് ചെയ്യും. ഇഫ് ബിസിനസ് റിലേറ്റഡ് ഓബ്ജക്റ്റ് ആൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇഫ് ഓബ്ജക്റ്റ് ഡോട്ട് ഈസ് ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഓബ്ജക്റ്റിനെ പാസ് ചെയ്ത് വിടണം. സോ ഈ ഓബ്ജക്റ്റ് ഉടനെ കിട്ടണ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, ഈ ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും exist, else return user does not. ഓക്കെ, സോ ഇതിവിടെ പോയി ചെക്ക് ചെയ്യും. ഡേറ്റാബേസിൽ പോയി ചെക്ക് ചെയ്തിട്ട് സോ ട്രൂ ഓർ ഫാൾസ് റിട്ടേൺ ചെയ്യും. ട്രൂ ആണെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയും. സോ എക്സിസ്റ്റ് ആണെങ്കിൽ മാത്രം ലോഗിനിൽ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ ദിസ് എക്സിസ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ അവനെ ഇവിടെ ആപ്ലിക്കേഷൻ ലെയർ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഓബ്ജക്റ്റ് ഡോട്ട് is exist ഇവിടെ. ഓക്കെ, ഒരു പേഴ്സണൽ ഓബ്ജക്റ്റ് അതിന് പാസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് വർക്കാവില്ല. ഓക്കെ, ഓബ്ജക്റ്റ് പേഴ്സൺ എന്നിട്ട് ഓബ്ജക്റ്റ് പേഴ്സണിന് അതിൻ്റെ നെയിം. ആക്ച്വലി ഇവിടെ എന്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ നെയിമാണ്. ഓക്കെ, ഫൈൻ. സോ അതിൻ്റെ നെയിം നമ്മൾ അവിടെ റിട്ടേൺ ടെക്സ്റ്റ് നെയിം ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ, സോ ഈ ഓബ്ജക്റ്റ് നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുമ്പം ഇതിനകത്ത് റിട്ടേൺ ചെയ്യുന്നത് എക്സിസ്റ്റ് ആണെങ്കിൽ മാത്രം. നമ്മൾ റീഡയറക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യണമെങ്കിൽ അതേപോലെ ഇതിനകത്ത് ഇട്ടാൽ മതി. ഓക്കെ, സോ എക്സിസ്റ്റ് ആണെങ്കിൽ പാസ് ചെയ്യും, ഇല്ലെങ്കിൽ ഇത് എന്താ റിട്ടേൺ ചെയ്യണമായിരിക്കും? ഇതായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്, സോ ഇറ്റ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഫൈൻ. ചെക്ക് ചെയ്ത് നോക്കാം.
രാംജൻ ഓക്കെ. കാർട്ടൂൺ വിഷൻ കണക്ഷൻ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് നമുക്ക് ഇഷ്യൂ കിട്ടിയത്. ഓക്കെ, ഒബിയസ്ലി കണക്ഷൻ ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, സാംജനുള്ള യൂസറുണ്ട്, അതാണ് അത് റീഡയറക്റ്റ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ സം കൈൻഡ് ഓഫ് നെയിം മനീഷ്. ഓക്കെ, യൂസർ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ യൂസർ റിസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, യൂസർ എം ടി ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ റീസെറ്റ് പാസ്വേഡ്. ഓക്കെ, റീസെറ്റ് പാസ്വേഡിനകത്ത് പോയതിനു ശേഷം ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ഇവിടെ ലോഡ് ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ ലോഡ് ചെയ്തിട്ട് ആൻസർ ഇവിടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ആക്ച്വലി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.